ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 നോട്ടിഫിക്കേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NMDC ലിമിറ്റഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ALP നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 11,127 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഈ 3 നോട്ടിഫിക്കേഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് വിശദമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആദ്യത്തെ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ പറയും. എന്നതിന് ശേഷം നമ്മൾ എന്താണ് ഈ പറയുന്ന NMDC ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ പറയും. അതിനുശേഷം നമ്മൾ ALPയുടെ നോട്ടിഫിക്കേഷൻ പറയും. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്കൊക്കെ പോകാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ലൈക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലിക്ക് ചെയ്താൽ മതി. അതിലൂടെ നമുക്ക് കിട്ടുന്ന നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടാണ്, അതായത് ഫീഡ്ബാക്കാണ് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അറിയാതെ നിങ്ങളെന്താ ലൈക്ക് ചെയ്യാതെ പോകേണ്ട, ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബറിൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും കാര്യങ്ങളും കാണാം. പിന്നെ GDSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, സെക്കൻഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേരള സർക്കിളിൻ്റെത്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ അത് ആക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഞാനിവിടെ പോസ്റ്റിൽ നമ്മുടെ ജസ്റ്റ് ചാനലിൽ തന്നെ, നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ പോസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ. ഇതവിടെ ഡൗൺലോഡ് ഡയറക്റ്റ് കേരള സർക്കിളിൻ്റെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് കേട്ടോ. ഇതിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനിയും ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5-6 വരെ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡേറ്റ് വന്നിരിക്കുന്നത് 5/5/2026 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്രൻറ്റിസ്ഷിപ്പ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ റെയിൽവേയുടെ അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിയിലേക്ക് എക്സാം നടക്കുന്നുണ്ടല്ലോ, ലെവൽ 1 പോസ്റ്റ്. ആ ലെവൽ 1 പോസ്റ്റിലേക്ക് ഒട്ടനവധി വേക്കൻസികൾ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് 20% ഈ പറയുന്ന റെയിൽവേയിൽ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ആ ഒരു വെയിറ്റേജ് ഒക്കെ കിട്ടും. അത് മീൻസ് ആ ഒരു പ്രിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന മറ്റു കാൻഡിഡേറ്റ്സിന് എന്താണ് ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കുന്ന പോലെ ഗ്രൂപ്പ് ഡിയിലേക്ക് ഈ പറയുന്ന റെയിൽവേയിൽ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഗ്രൂപ്പ് ഡി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ റെയിൽവേയിൽ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് മറ്റൊരു രീതിയിലുള്ള ചില ക്രൈറ്റീരിയാസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് കയറി കൂടാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ അതിനൊക്കെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പ് ഡിയുടെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിനെ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങളിവിടെ ചാനലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഡി എന്ന് അടിച്ചു കൊടുത്താൽ കുറേ നമ്മൾ എന്താണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 5/5/2026 മുതൽ 4/6/2026 വരെയാണ്. ഇതിലേക്ക് യാതൊരുവിധ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ SSLCയുടെയും നിങ്ങളുടെ ITIയുടെയും മാർക്ക് നോക്കിയിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് DRM ഓഫീസ് റായ്പൂർ ഡിവിഷനിലേക്ക് ഇവിടെ കാണാം ഏതൊക്കെ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട് വെച്ചാൽ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 262. ഞാൻ എല്ലാം റീഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടേണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, ഹിന്ദി ഇംഗ്ലീഷും ഉണ്ട്. ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, കോപ്പ മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് R&C, അതുപോലെ ബ്ലാക്ക് സ്മിത്ത്, ഹാമർമാൻ, മെയ്സൺ, പൈപ്പ് ലൈൻ ഫിറ്റർ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, ഇലക്ട്രോണിക് മെക്കാനിക്സ്. ഈ ട്രേഡുകളിൽ 18ഓളം കാറ്റഗറി ട്രേഡ് വിളിച്ചിട്ടുണ്ട്. 1363 വേക്കൻസി ഈ ഡിവിഷനിലുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ SSLCയും പാസ്സായിരിക്കണം. 50% മാർക്കോട് കൂടി SSLC പാസ്സായിരിക്കണം. പ്ലസ് എന്ത് വേണം, നിങ്ങൾക്ക് ITI വേണം. ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റട്ടോ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വാഗൺ റിപ്പയർ ഷോപ്പിലേക്ക് നിങ്ങൾക്കൂടെ കാണാം 281 വേക്കൻസി ഉണ്ട്. ഇതിലും ഫിറ്റർ, വെൽഡർ അങ്ങനെയുള്ള കാറ്റഗറി നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI ആണ് വേണ്ടത്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 50% മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് എന്താണ് അതത് ട്രേഡുകളിൽ ITI പാസ്സായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാറ്റഗറിയിലേക്കാണോ ആ ട്രേഡുമായി ബന്ധപ്പെട്ട ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അവരിലേക്കൊക്കെ നിങ്ങളുടെ ജൂനിയേഴ്സോ ആരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നിങ്ങളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കണം, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 15 വയസ്സ് പൂർത്തിയായിരിക്കണം, മാക്സിമം 24 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 5/5/2026 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ 5/5/2026 വെച്ചിട്ട് നിങ്ങൾക്ക് ഏജ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ GOCL എജുലാൻഡിൻ്റെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. GOCL എജുലാൻഡ് EC ടൂൾ എന്ന് അടിച്ചാൽ മതി ഗൂഗിളിൽ. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ ഏജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എത്ര ഏജ് ആയി, അത് എത്ര ഇയർ ആയി, എത്ര മന്ത് ആയി, ഡേയ്സ് ആയി എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 24 കഴിയാൻ പാടില്ല 5/5/2026. എന്നാൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ എക്സ് സർവീസ്മാനും അതുപോലെ PWBD അതായത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ട്രെയിനിങ്ങും എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ അപ്ഡേറ്റ് ചെയ്ത സ്റ്റൈപ്പൻഡാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, ആ മുൻപത്തെ സ്റ്റൈപ്പൻഡിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെയും ITIയുടെയും ശരാശരി മാർക്ക് എടുക്കും. ആ ശരാശരി മാർക്ക് എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ അത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ കിട്ടുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ITIയിലും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലും അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് എക്സാമോ ഇൻ്റർവ്യൂയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 4/6/2026 ആണ്. 5/5/2026 മുതൽ 4/6/2026 വരെ നിങ്ങൾക്ക് ജൂൺ 4 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ SC ഓൺലൈനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രന്റീഷിപ്പ് പോർട്ടലാണ് കേട്ടോ. അതാണ് ലിങ്ക്, അപ്രന്റീഷിപ്പ് പോർട്ടൽ വഴിയാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ വീഡിയോയിൽ കാണിക്കും. അതുപോലെ SC/ST OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കി കേട്ടോ. പിന്നെ അതുപോലെ പാസ്വേഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ റെയിൽവേയുടെ അപ്രന്റീഷിപ്പ്, അതായത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ. ഇനി ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി കാണിക്കുന്നത്. എന്നതിന് ശേഷം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഉള്ള NMDCൻ്റെ പറയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് RRC SCR ട്രേഡ് അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരും. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ ഇതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ജൂൺ 4 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, നിങ്ങൾ ഏറ്റവും താഴോട്ട് വരിക, നിങ്ങൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ റീഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ആ പേജ് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വ്യൂ ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിക്ക് ചേർന്ന് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെ. അപ്പോൾ അപ്രന്റീഷിപ്പ് പോർട്ടലിലേക്കാണ് വരിക കേട്ടോ. അപ്രന്റീഷിപ്പ് പോർട്ടലിലേക്ക് നാപ്സിലേക്കാണ് വരിക. അപ്പോൾ നാപ്സിൽ നിങ്ങൾക്കിവിടെ കാണാം ലോഗിൻ ആസ് എ കാൻഡിഡേറ്റ്സ്, രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ്. നിങ്ങൾ ഓൾറെഡി നാപ്സിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ ഫ്രഷ് ആണ്, ഇതുവരെ നാപ്സിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് ITI സ്റ്റുഡൻറ്റ് കൊടുത്തിട്ട് ITIയുടെ റോൾ നമ്പറും കൊടുത്ത് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഹോമിൽ കയറിയിട്ട് നമ്മളിവിടെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ഓൾ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് കണ്ടോ നിങ്ങൾ, സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. കണ്ടോ, സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഈ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് നേരത്തെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെയുള്ള ആ കോളത്തിൽ വരാം. ആദ്യം നമ്മൾ DRM ഓഫീസ് SCR റൈപ്പൂർ, ഇതാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിന് വേണ്ടിയിട്ടതാണ് ഞാനിവിടെ 2 ടേം ഇട്ടോ. നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിമിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1000 മുകളിൽ വേക്കൻസി വന്നില്ലേ, അതിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ പേരാണ് DRM ഓഫീസ് SECR റൈപ്പൂർ എന്നുള്ളത്. എന്നിട്ട് ഇവിടെ 3 ലിങ്കുകൾ ഇവിടെ വന്നു. നമ്മളിവിടെ സെർച്ച് ജസ്റ്റ് ഇട്ടപ്പം തന്നെ പേജ് ലോഡായിട്ട് 3 ലിങ്കുകൾ ഇവിടെ വന്നു. കണ്ടോ, ഒന്ന് DRM ഓഫീസ് പറഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ വന്നു, ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് DRM ഓഫീസ് SCCR എന്ന് പറഞ്ഞിട്ട് റൈപ്പൂർ. ഈ മിഡിലുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മിഡിലുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേജ് ലോഡായി വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, പബ്ലിഷ് ചെയ്ത ഡേറ്റ് 5/5/2026. കണ്ടോ,
ഓക്കെ. നമ്മുടെ ട്രേഡ് പൈപ്പ് ഫിറ്റർ, പെയിൻറ്റർ, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവിധ ട്രേഡുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതിലേക്കാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് ഇവിടെ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാത്തത് കൊണ്ട് എന്നോട് ലോഗിൻ ചെയ്യാനാണ് ആദ്യം പറയാം. അപ്പോൾ ലോഗിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരോട് എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 2-3-4 ക്ലിക്ക് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ 100% ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ നമ്മുടെ ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ്, വാഗൺ റിപ്പയർ ഷോപ്പ്. അത് ഇതുപോലെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കോളത്തിൽ പോവുക, അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ലിങ്ക് അവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതാണ് കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കാണാം നിങ്ങൾക്ക് 1, 2, 3-ാമത്താണ് വാഗൺ റിപ്പയർ ഷോപ്പ്. ഇത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ലോഡായി വരും നിങ്ങൾക്ക് പേജ്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് 5/5/2026 എല്ലാ ട്രേഡുകളും ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അപ്ലൈ എന്ന് കൊടുത്തിട്ട് ഇതിലും അതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൗത്ത് ഈ പറയുന്ന റെയിൽവേയുടെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വേറെ പോർട്ടലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. നിങ്ങൾ അപ്രന്റീഷിപ്പിൻ്റെ നാപ്സ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യം ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇതിലേക്ക് എക്സാമോ ഇൻ്റർവ്യൂ ഒന്നുമില്ല. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞു. ഇനി NMDCൻ്റെ നമുക്ക് നോക്കാം. NMDCൻ്റെത് ഇതാണ്. NMDC ലിമിറ്റഡ്. NMDC ലിമിറ്റഡിൻ്റെയും ഇതുപോലെ അപ്രന്റീഷിപ്പ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 6/5/2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിലേക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിൽ 3 കാറ്റഗറി അപ്രന്റീഷിപ്പ് വിളിച്ചിട്ടുണ്ട്. ട്രേഡ് അപ്രന്റീസ്, ഗ്രാജുവേറ്റ്, അതുപോലെ ടെക്നീഷ്യൻ, 3 കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതിലേക്ക് ട്രേഡ് അപ്രന്റീഷിപ്പിൽ ഏതൊക്കെയാണ്, കോപ്പ, അതുപോലെ തന്നെ മെക്കാനിക്, ഡീസൽ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, മെഷീനിസ്റ്റ്, ഇതൊക്കെയാണ് നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ITI പാസ്സായിരിക്കുക. ഇതിൻ്റെ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് 1/6. ഓരോ ട്രേഡിനും വ്യത്യസ്ത ഡേറ്റുകളാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഡേറ്റിൽ നിങ്ങൾ ഡയറക്റ്റ് പോകണം. വോക്ക് ഇൻ ഇൻ്റർവ്യൂയുടെ വെന്യൂ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണെങ്കിൽ അവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, മൈനിങ്, സിവിൽ. അപ്പോൾ 4 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് മെക്കാനിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ മൈനിങ്ങിൽ, അല്ലെങ്കിൽ സിവിൽ. BA or BTech ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇൻ്റർവ്യൂവിന് പോകേണ്ട ഡേറ്റുകളാണ് അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ടെക്നീഷ്യനാണ്. ഡിപ്ലോമ ആണ് വേണ്ടത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മൈനിങ് ആണ്. പിന്നെ മോഡേൺ ഓഫീസ് മാനേജ്മെൻറ്റ് MOM എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന 3 ഇയർ ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ മൈനിങ്, അല്ലെങ്കിൽ മോഡേൺ ഓഫീസ് മാനേജ്മെൻറ്റിലുള്ള 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്പർ ഓഫ് വേക്കൻസി കാണാം. അവർ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വോക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നമ്മൾ ടോട്ടൽ 150 വാക്കൻസിയാണ്. നമ്മൾ എലിജിബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് മുൻപ് ഈ കാര്യം പാടെ ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ, മീൻസ് നിങ്ങളുടെ ഇപ്പോൾ ഈ BA or BTech അല്ലെങ്കിൽ ITI ഒക്കെ നിങ്ങൾ പാസ് ഔട്ട് ആയിരിക്കേണ്ട ഇയർ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 2022 അല്ലെങ്കിൽ 2022 മുൻപോ നിങ്ങൾ പാസ് ഔട്ട് ആയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏത് ഡ്യൂറേഷനിൽ ഇത് കഴിഞ്ഞതാണെന്ന് വെച്ചാൽ 2023 നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. 2024 പറ്റും. ഓക്കെ, 2025 പറ്റും. 2026 കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും പറ്റും. ഓക്കെ, അതായത് നമ്മുടെ അപ്രന്റീഷിപ്പ് ചെയ്ത് 4 വർഷം കംപ്ലീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അതിന് കുറച്ച് നിശ്ചിതമായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ, അപ്പോൾ 2022 നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞവരോ 2022 മുൻപ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2022 2021 2021 ഒക്കെ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2023 മുതൽ 26 ഈ പറയുന്ന ഇയറിൽ എവിടെയെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വോക്ക് ഇൻ ഇൻ്റർവ്യൂയുടെ ഡേറ്റ് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 10 AM ആണ്. അതിൻ്റെ വെന്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ വെന്യൂ ആണ് ഗ്രീൻ കളറിലൂടെ കൊടുത്തിരിക്കുന്നത്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിലാണ്, നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു അഡ്രസ്സിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ് വേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ടൈമിൽ നമുക്ക് പ്രത്യേകമായിട്ടും നമ്മളുടെ റീസെൻ്റ് ആയിട്ട് നമ്മൾ സെറ്റാക്കിയ റെസ്യൂമെ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അതിലൊരു പാസ്വേഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡ് കോർണറിൽ നമ്മൾ ആ രീതിയിൽ വരുന്ന രീതിയിൽ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ടുള്ള റെസ്യൂമെ ആയിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡ്, മറ്റ് ക്വാളിഫിക്കേഷൻ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഒറിജിനലും ഒരു സെറ്റ് ഫോട്ടോ കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് വെരിഫൈ ചെയ്ത് ഫോട്ടോ കോപ്പിയൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 9 AM മുൻപായിട്ട് തന്നെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ 9 AM മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ വോക്കിൻ ഇൻ്റർവ്യൂവിന്. അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ പേര്, അതുപോലെ ഫാദറിൻ്റെ പേര്, അതുപോലെ മദറിൻ്റെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാ രേഖകളിലും നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ രേഖകളിലും അത് സെയിം ആയിരിക്കണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും ITI സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ ഇനി ഡിഗ്രി ആണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഇതിലൊക്കെ ഒരേപോലെ അല്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിലും നമ്മുടെ ID കാർഡുകളാണെങ്കിലും ഒക്കെ ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിൽ നിന്നും വ്യത്യാസം ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കറക്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക അപ്പോഴേക്കും. ഇനി ഒരു കാര്യം പാടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ വോക്കിൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നേരത്തെ കാണിച്ചില്ലേ നാപ്സ്, ഓക്കെ, നമ്മുടെ റെയിൽവേയുടെ പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചില്ലേ നാപ്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്ത് വെക്കണം. പിന്നെ ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ NATS, ഓക്കെ, നാറ്റ്സിലാണ് നാറ്റ്സ് ജസ്റ്റ് ഒരു ഗൂഗിളിൽ അടിച്ചാൽ മതി നിങ്ങൾ. നാറ്റ്സിൽ എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ NNBC ലിമിറ്റഡിൻ്റെ. ഇതിലേക്ക് നമ്മൾ അതിന് മുൻപ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ, അതായത് RRBയുടെ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാറ്റഗറി നമ്പർ 1/2026. ഓക്കെ, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 15/5/2026 മുതൽ നമുക്ക് 14/6/2026 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമ്മൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന കട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിലൂടെ കാണാം 2 ആണ്, 19,900 ആണ് ഇനിഷ്യൽ പേ. പിന്നെ 18 to 30 1/7/2026 കണക്കാക്കി 18 to 30 ഏജ് ലിമിറ്റ്. അപ്പോൾ ഏജ് ഒക്കെ ഓക്കെ ആണോ നോക്കുക. ഇനിയിപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33, OBC NC ആണെങ്കിലും 33, SC ST ആണെങ്കിലും 35 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. 11,120 വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ഒക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇവിടെ കാണാം, നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ITI വേണം. 10ാം ക്ലാസ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ITI വേണം. ITI NCVT or SCVT ഏത് കൗൺസിലാണെങ്കിലും പറ്റും. അപ്പോൾ ഈ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡ് ആയാൽ മതി. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ്, മെക്കാനിക്, നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് കാണാം. ഓക്കെ, വിവിധ ട്രേഡുകളുണ്ട്. ഈ ട്രേഡുകൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ITI, അതാണ് ALPയുടെ ക്വാളിഫിക്കേഷൻ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ. ഇനി നിങ്ങൾക്ക് ITI ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും ജസ്റ്റ് എന്താണ് അപ്രന്റീഷിപ്പ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്ത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITIയുടെ ആവശ്യമില്ല, അപ്രന്റീഷിപ്പ് മാത്രം വെച്ചിട്ട് ALPയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITIയുടെ ആവശ്യമില്ല, 10ാം ക്ലാസ് പ്ലസ് ഡിപ്ലോമ മതി. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഇത് അതിൻ്റെ മേജർ ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണെങ്കിലും ഇതിൻ്റെ കോമ്പിനേഷൻ ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITIക്ക് പകരമായിട്ട് ഡിപ്ലോമ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിപ്ലോമക്ക് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ, BA or BTech ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇതുമായി ബന്ധപ്പെട്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് BA or BTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ALPയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നിപ്പോൾ ഡേറ്റ് 12 ആയിട്ടുള്ളൂ. അപ്പോൾ 15 അതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ 14 15 തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും 15 വരും.
മേ ബി ചിലപ്പം 14-നും വരാൻ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വന്ന് വീഡിയോ കണ്ടാൽ മതി. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ 3 ഒരേ വീഡിയോയിൽ തന്നെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതല്ല ഇതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക ദയവായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.